ജേർണലിംഗ് വീഡിയോയാണ്. ജേർണലിംഗ് സപ്ലൈസ് ഒന്നുമില്ലാതെ നമുക്ക് എങ്ങനെ വീട്ടിലത്തെ സംഭവങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ജേർണൽ ഉണ്ടാക്കിയെടുക്കാം എന്നാട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ചെയ്ത ജേർണലിംഗ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ജേർണൽ ചെയ്യാൻ നോക്കാം. നമ്മുടെ എവിടെയെങ്കിലും ബേക്കറീസ് ആണല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയി വാങ്ങിക്കുമ്പോൾ നമുക്കതെല്ലാം റാപ്പ് ചെയ്ത് കിട്ടി പോലത്തെ ഒരു ബ്രൗൺ പേപ്പറിലാവും. ആ ബ്രൗൺ പേപ്പർ ഒന്നിങ്ങനെ കീറി കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വിൻറ്റേജ് ലുക്ക് കിട്ടും. അത് ഞാൻ ഇവിടെ രണ്ടെണ്ണാക്കിയിട്ട് ഒന്ന് ചീന്തി കൊടുക്കുകയാണ്. എന്നിട്ടൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ബുക്കിൻ്റെ രണ്ട് അറ്റത്തായിട്ടാണല്ലോ ഈ സംഭവം ഇട്ടിക്കുക. അപ്പോൾ ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഞാനിത് രണ്ടെണ്ണം കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജേർണലിങ് കോളാക്കാൻ വേണ്ടിയിട്ട് ആ പശ ഇപ്പോൾ കോളാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു. പക്ഷേ ഞാൻ അതിനനുവദിച്ചില്ല. ഞാൻ അതെല്ലാം തുടച്ച് മാറ്റി ഇരിക്കുകയാണ്. ഈ പശ ഒട്ടും രസമില്ല, മര്യാദയ്ക്ക് ഒട്ടത്തുമില്ല, ഒന്നുമില്ല. എന്നാൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ശേഷം ഒരു വെള്ളം പോലത്തെ കേട്ടോ അതിൻ്റെ ടെക്സ്ചർ വരുന്നത്. അപ്പം നന്നായിട്ട് തന്നെ ഞാനത് അവിടെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊരു ടീ ആണ്. ടീൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ ആപ്പിൾ ബീസിൻ്റെ ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് അതിൻ്റെ പകരം സ്റ്റിക്കേഴ്സോ അരച്ചതോ അങ്ങനെ എന്താണെങ്കിലും അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ടീ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ആശയങ്ങളും നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഒട്ടിച്ചെടുക്കാം, അതുപോലെ എഴുതി കൊടുക്കാം. നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഞാൻ ആദ്യം കാണിച്ച പേപ്പർ മാറ്റിയിട്ട് കുറച്ചും കൂടിയും ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ സെല്ലോ ടേപ്പ് എടുത്ത്. ഈ ചെടി നമ്മുടെ കാട്ടിലോ പറമ്പിലോ നമ്മുടെ മുറ്റത്തുള്ള പൂന്തോട്ടത്തിൽ വരെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒറിജിനാലിറ്റി വന്നില്ലേ, ആ ചെടി അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ പോലത്തെ ഇത് വന്നു എന്ന് ആണ് എൻ്റെ ഒരു മൈൻഡിൽ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പേപ്പർ അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് വൈറ്റ്നറും കൊണ്ട് അതൊന്ന് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുത്ത് നമുക്കൊരു പാറ്റേൺ പേപ്പറാക്കി എടുക്കുക കേട്ടോ. വൈറ്റ്നറൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും. സ്വാഭാവികം നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ കയ്യിൽ എന്തായാലും വൈറ്റ്നർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതും ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒട്ടിക്കൽ പരിപാടിയെല്ലാം ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ എഴുതാനായിട്ട് ഞാനിവിടെ മാർക്കറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് മാർക്കർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ലെക്സി പെന്ന് ഉപയോഗിക്കാവുന്നതാട്ടോ. എൻ്റെ ഇവിടെ മാർക്കർ ഒന്ന് ചതിച്ചു, കാരണം ഇത് ബ്രൗൺ പേപ്പറിൽ അങ്ങോട്ട് തെളിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് എങ്ങനെയൊക്കെയോ ഒന്ന് കടുപ്പിച്ചെടുത്തിട്ടൊന്ന് തെളിയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് അതിനായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ പരമാവധി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പശയാണ് എല്ലാത്തിനും കാരണം. കണ്ടില്ല, അപ്പുറത്തെ പേജ് വരെ ഒന്ന് തുറക്കാൻ പറ്റാതെ അങ്ങോട്ട് വരെ പശയായിട്ടോ. കണ്ടില്ലേ, ഞാൻ ആവശ്യമുള്ള പശ എടുത്തതാണ്. എന്നാലും ആ ബുക്കിൻ്റെ എല്ലായിടത്തേക്കും പുറത്ത് വരെ പശ വന്നു കേട്ടോ. ബുക്കിൻ്റെ പുറത്തേക്ക് വരെ പശ വന്നു. ഇത്രയ്ക്ക് ലീക്കാവുന്ന ഒരു പശയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മാർക്കർ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ പേജിലേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ആപ്പിൾ ബേസിൻ്റെ ബുക്കാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് ലെക്സി പെന്ന് ആയിരിക്കും കുറച്ചും കൂടി സ്യൂട്ടബിൾ. അതാവുമ്പോൾ അപ്പുറത്തെ പേജിക്ക് അധികം മഷിയൊന്നും ആവില്ല. എനിക്ക് എപ്പോഴും വരുന്ന ഡൗട്ടാണ് ഈ ജേർണൽ എന്താ എഴുതുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ജേർണൽ എന്താണെന്ന് വലിയ ധാരണയൊന്നുമില്ല. എന്നാലും ചെയ്യാനുള്ള അങ്ങോട്ട് ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോഫി കുറച്ചാട്ടോ ഇവിടെ എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോട്ട്സ്, നിങ്ങളുടെ ഓരോ ഡ്രീംസ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാണ് എഴുതുന്നത്. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാട്ടോ. ഈ വീഡിയോ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് എങ്ങനെ നമുക്കൊരു പെട്ടെന്നൊരു ജേർണലിംഗ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ജേർണൽ സപ്ലൈസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അത് വിചാരിച്ച് ഇനി ആരും ജേർണൽ ചെയ്യാതെ ഇരിക്കണ്ട.
പിന്നെ ഒരു കാര്യം പറയാണ്ട് ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ആരും വായിക്കരുത്. ചിലപ്പോൾ അത് പൊട്ടി തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും അതൊന്നും വായിക്കരുത്, ഒന്ന് സഹകരിക്കണേ. അപ്പോൾ നമ്മുടെ ജേർണലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ.